നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട് ഈ ഒരു ഉളുപ്പുമില്ലാണ്ട് പച്ച കള്ളം പറയുമ്പോൾ കുറച്ചൊരു ജനങ്ങളുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ബോധ്യമാണ്. തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന ഇവിടെ ആർക്കെങ്കിലും ഇന്നവരെ കിട്ടീന? OP ടിക്കറ്റ് എടുക്കാണ്ട് ആർക്കെങ്കിലും കയറാൻ പറ്റിയിട്ടുണ്ട്? അവിടെ ആർക്കെങ്കിലും കയറാൻ പറ്റിയിട്ടുണ്ട്? OP ടിക്കറ്റ് പൂർണ്ണമായും സൗജന്യമായി ചികിത്സാ സൗകര്യമുള്ള ഗവൺമെൻറ് ആശുപത്രിയാണ് എങ്കിൽ ആദ്യത്തെ OP ടിക്കറ്റ് എത്രയായിരുന്നു? ഇപ്പോൾ OP ടിക്കറ്റ് എത്രയാ? പച്ചക്കള്ള ഒരു ഉളുപ്പെങ്കും വേണം കുറച്ചെങ്കും പറയുന്നതിന്. അതിൽ മാത്രമല്ല, തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ ഈ സ്ലാബ് ഇടിഞ്ഞു പൊളിഞ്ഞ് എൻ്റെ തലയിലോ നിങ്ങളുടെ തലയിലോ വീഴുന്ന കാര്യം പറയുന്നേരോ UP സ്റ്റഡ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഏടുത്ത് ഉളുപ്പില്ലാത്ത കാര്യമാണ്. ഓക്സിജൻ കിട്ടാത്ത ഇവിടെ യുപിയിലുള്ള സ്റ്റഡ് കിട്ടാത്തതിന്റെ കാര്യം ഇവിടെ തലശ്ശേരി ഗവൺമെന്റ് തലശ്ശേരി മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ, ഇവിടെ കുടിവെള്ളത്തിന്റെ വിഷയം സംസാരിക്കുമ്പോൾ, ഇവിടെ നമ്മുടെ തലയിലേക്ക് സ്ലാബ് പനിയോ അല്ലെങ്കിൽ ജലദോഷമോ പിടിച്ചിട്ടായിരിക്കും ഗവൺമെന്റ് ആശുപത്രി പോകുന്നുണ്ടാവുക. ആടുന്ന് തലക്ക് സ്റ്റിച്ചിടേണ്ട ഗതികേടും കൊണ്ട് തിരിച്ചു വരുന്ന സാഹചര്യത്തെ ഈ ജനങ്ങളുടെ മുന്നിൽ പറയുന്ന സമയത്ത് UPയിലെ സ്റ്റഡിന്റെ കാര്യമല്ല പറയേണ്ടത്. ഈ നാട്ടിൽ കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ MLA എന്ത് ചെയ്തു എന്ന ചോദ്യം ചോദിക്കുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയരുത്. ഇത് രാഷ്ട്രീയമല്ല, നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വികസനമാണ്. ഇവിടെ ആകാശപാത നേരത്തെ പറഞ്ഞല്ലോ, ആകാശപാത വന്നു. ആകാശപാത എവിടെയാ വന്നത്? ആകാശപാത ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ 2 ദിവസം മുന്നേ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി. ഇവിടെ വികസന പത്രികയിൽ വെച്ചിട്ടുണ്ട് ആകാശപാതയെക്കുറിച്ച്. ഇവിടെ പറഞ്ഞു CR സെറ്റിന്റെ അനുമതി കിട്ടിയില്ല. ഏതാ CR സെറ്റ്? അവിടെ തണ്ണീർത്തട നിയമമല്ലേ? CR സെറ്റ് എങ്ങനെയാണ് അവിടെ വരുന്നത്? അവിടെ എങ്ങനെ ഈ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൽ എവിടെയാ CR സെറ്റ്? അറിയില്ലെങ്കിൽ പറയരുത്. ഈ ജനങ്ങളുടെ മുന്നിലാണ് സംസാരിക്കുന്നത്. തണ്ണീർത്തട നിയമം ബാധകമായിട്ടുള്ള ഒരു സ്ഥലം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഏറ്റെടുക്കുമ്പോൾ ഈ നേതാക്കന്മാരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ തണ്ണീർത്തട നിയമം ബാധകമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഗവൺമെന്റ് ആശുപത്രി വരുന്നത് എന്നുണ്ട് എങ്കിൽ ആ സ്ഥലം ഏറ്റെടുക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ CR സെറ്റ് കേന്ദ്രം അത് ഇത് പറഞ്ഞിട്ടല്ല ഒഴിയാറേണ്ടത്. അതല്ല രാഷ്ട്രീയം, അതല്ല വികസനം. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം അനിവാര്യമാണ് എങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ വേണം. അതിന് അക്കശങ്ക പറഞ്ഞിട്ട് കാര്യമില്ല അഫ്സലെ. ഇത് ശരിയായ രാഷ്ട്രീയമല്ല.